ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു വിഷുക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. ഒരു രീതിയിൽ നമ്മൾ വിഷുവിന് മാത്രമേ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാറുള്ളൂ. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പുട്ടും പപ്പടവുമാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങയാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഒരു തേങ്ങ ചിരണ്ടി അതിൻ്റെ പാലെടുത്തതിന് ശേഷമാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് തേങ്ങ ചിരണ്ടിയിട്ടും ചെയ്യാം, പാലെടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. ഇതിന് വേണ്ടിയിട്ട് വൻപയറാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പയർ ഞാനൊരു 4 വിസിൽ കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉണക്കലരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഉണക്കലരിയും പയറും കൂടി ഒന്നുകൂടെ വിസിലടിച്ചെടുക്കണം. ഒരു 3 വിസിലെങ്കിലും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ഇത് രണ്ടും വെന്ത ശേഷം ഞാനിത് ഒരു ഉരുളിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഉരുളിയിലോട്ട് മാറ്റിയ ശേഷം പിന്നെ ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അതിനുശേഷം ശർക്കര ഒഴിച്ച് പിന്നെ നമ്മൾ ബാക്കിയെല്ലാം അടപ്രഥമൻ ചെയ്യുന്നത് പോലെ ലാസ്റ്റ് 1-ാം പാലൊഴിച്ചിട്ട് വേവിച്ച് ഇറക്കുക.